ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. അതായത് ശനിയാഴ്ചത്തെ വീഡിയോ ഉണ്ട് ഞാൻ ഇന്നിട്ടേക്കണത്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മോനെ സ്പീച്ചിന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ, ഇരിങ്ങാലക്കുട. അപ്പം അതിന് മുമ്പായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അവന് സംസാരിക്കുകയൊക്കെ ചെയ്യും, കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അവനെ സ്പീച്ചിന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ അങ്ങനെയൊന്നുമില്ല, അല്ലാത്ത ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. 3/4 മണിക്കൂറാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. അപ്പോൾ 2 മണിക്കാണ് എനിക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 12:45 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചോറും കറികളും അങ്ങനെ എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് ബുഷ് ഓറഞ്ചാണ് കേട്ടോ, നമ്മുടെ ഓറഞ്ച് പോലെയൊക്കെ ഇരിക്കും. പിന്നെ ചെറുനാരങ്ങൾ എത്ര വലിപ്പമുള്ളത് ഇത്. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന പോലെ തന്നെ ഇതുണ്ടാക്കി കുടിക്കാം. ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ടതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ കുറച്ച് പഞ്ചസാരയിട്ട് അടിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ പച്ചനെ അങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. അത് അങ്ങനെ കഴിക്കാനായിട്ട് നല്ല കയ്പ്പായിട്ട് എനിക്ക് തോന്നി. പഞ്ചസാരയൊക്കെ ഇട്ട് അടിക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് പോലെയൊക്കെ തന്നെ നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അതേപോലെ തന്നെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബും ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പം രാവിലെ ചായയോടൊപ്പം പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും കടലയാണ് ഉണ്ടാക്കിയത്. പിന്നെ വേറെ ഉച്ചയ്ക്കുള്ള കുറച്ച് എന്താ പറയുക, അധികം കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കുറച്ച് പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണക്കമീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പിൻ്റെ ഒപ്പം ഉണക്കമീൻ വറുത്തതും നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ പരിപ്പ് ഫസ്റ്റ് നേരത്തെ തന്നെ ഞാൻ ഉണ്ടാക്കി കേട്ടോ. പരിപ്പ് വറ്റൽമുളകും പിന്നെ ഉള്ളിയും അതൊക്കെ ചതച്ചിട്ട് പരിപ്പ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതേപോലെ തന്നെ വേവിച്ചെടുക്കാം. പിന്നെ ചട്ടി വെച്ച് കടുക് കൂട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിയും മുളകും ചതച്ചത് നന്നായിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപ്പ് കറി. പിന്നെ അപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. പക്ഷേ തക്കാളിയുടെ വില കാരണം തക്കാളി ചമ്മന്തി ഇപ്പോൾ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ പരിപ്പും ഉണക്കമീനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, തേങ്ങയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതും കാണാം. അപ്പം പിന്നെ ഉണക്കമീൻ വറുക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്തേക്കണത്. അത് മാത്രമേ കേട്ടോ മസാല. ഉപ്പുമീനായതുകൊണ്ട് നമുക്കിനി ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കുറച്ച് നേരം വയ്ക്കാം, എന്നിട്ട് അത് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം വറുത്തതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയത്. ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് തേങ്ങ എന്താ പറയുക, തേങ്ങ അരച്ച് നമ്മൾ തേങ്ങ ചമ്മന്തി പോലെ ഉണ്ടാക്കാറുണ്ട്. അതായത് കുറച്ച് കഷ്ണം മാങ്ങ മാത്രം ഇട്ടിട്ട് തേങ്ങയും മാങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് അടിച്ച് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് തേങ്ങയൊന്നും ചേർന്നുള്ള സമയമില്ലാത്ത കാരണം ഈ മാങ്ങ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പ് പിന്നെ ഉള്ളി പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറുണ്ടല്ലോ അതിൽ നല്ലോണം ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ചെറിയ മാങ്ങ കഷ്ണമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയാലും അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ അതിലെന്തായാലും പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.